നമുക്കൊരു പ്രേക്ഷക നമ്മുടെ സ്ക്രീനിലേക്ക് വരാൻ പോവുകയാണ്. ലിജി ജോർജ് തിരുവനന്തപുരത്ത് നിന്നും. ഹായ്, ഹലോ. എവിടെ ലിജി വരട്ടെ. ഹലോ ലിജി. ഹലോ, ഹായ് പ്രവിത, ഹായ് പ്രജിൻ. ഹായ്, ഹലോ. എന്തുണ്ട് വിശേഷം? സുഖം. തിരുവനന്തപുരത്ത് എവിടെയാണ്? എന്ത് ചെയ്യുന്നു? എല്ലാം പറയൂ. തിരുവനന്തപുരത്ത് പോത്തൻകോട്. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണോ? അല്ല, ഞാൻ വർക്ക് ചെയ്യല്ല, ഞാനിപ്പോ ഒരു ക്ലൗഡ് കിച്ചന്റെ ബിഗിനിങ് സ്റ്റേജിലാണ്. ഓ, നൈസ്. അടിപൊളി. കൊള്ളാം. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്, മമ്മി ഉണ്ട്, ഡാഡി ഉണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരാളുള്ള ലിജി ആണോ? കമന്റ് ബോക്സിൽ വരാറുണ്ട്. അതെ, ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ പേര് കണ്ടതായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സംശയം. ആ ലിജി തന്നെയാണോ ഇത്? 24ന്റെ റെഗുലർ വ്യൂവർ ആണ്. മോർണിംഗ് ഷോ റെഗുലർ ആയിട്ട് കാണാറുണ്ട്. അപ്പൊ ഒരു റെഗുലർ വ്യൂവർ, ഒരു സ്ഥിരം പ്രേക്ഷക എന്ന നിലയിൽ നമ്മൾക്ക് കൊണ്ടുവരേണ്ട ഒരു മാറ്റങ്ങളെ കുറിച്ച് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് 24ന് വേണ്ട ഒരു മാറ്റം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടോ? ഇപ്പൊ ഉള്ളതുപോലെ തന്നെ പോയാൽ മതി. അഡ്വർടൈസ്മെന്റ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അത് പറയാറുണ്ടല്ലോ അത് എന്തുകൊണ്ടാണ്. ഇനിയിപ്പോ ഓണക്കാലം കൂടി ആവുമ്പോ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. റിപ്പോർട്ടേഴ്സ് എല്ലാരും ഭയങ്കര ആക്റ്റീവാണ്. നമുക്ക് എന്താ പറയാ, വേറൊരു ചാനൽ വെക്കുമ്പോ നമുക്ക് ആ ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ അത് കാരണം വേറൊരു ചാനലാണെങ്കിൽ പോലും 24ലേക്ക് തിരിച്ച് നമ്മള് മാറാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ആണല്ലേ? ഒരുപാട് സന്തോഷം. നമ്മുടെ സ്ട്രോങ് പില്ലേഴ്സ് ആണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ്. അപ്പൊ അവരിലൂടെയാണ് വാർത്തകളൊക്കെ എത്തുന്നത്. പാട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. താങ്ക് യു ലിജി. അപ്പൊ വിളിച്ചത് അത് കുഴപ്പമില്ല, പോട്ടെ. എന്താണ് കേട്ടില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു വെള്ളി വീഴും, പക്ഷെ അത് പോട്ടെ, കുഴപ്പമില്ല. അത് ലൈവായിട്ട് പാടുന്നതല്ലേ നമുക്ക്. നമ്മൾ പെട്ടെന്ന് അതൊക്കെ നമുക്ക് ലിജി നന്നായിട്ട് പാടുമെന്ന് തോന്നുന്നു അല്ലേ? ഒരു രണ്ടൊരു പാടാം. ഒരിക്കലും പാടാനേ അറിയില്ല. ലിജിയുടെ ശബ്ദം കേട്ടപ്പോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി ലിജി പാടുന്ന ആളാണോ. അതെ അല്ലേ? ഓക്കെ, അപ്പൊ വീട്ടിലുള്ള എല്ലാവരോടും അന്വേഷണം പറയണം. അപ്പൊ ഇനിയും അതെ 24 കാണണം, അഭിപ്രായം അറിയിക്കണം, കമന്റ്സ് ഇടണം. നമ്മൾ തീർച്ചയായിട്ടും വായിക്കും. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച് ലിജി ജോർജ്. തിരുവനന്തപുരത്താണ് വിളിച്ചത്.